ഇന്നാണ് ഷോ ഡേ. രാവിലെ തന്നെ റോബസ്റ്റ് കഴിച്ചു, തേനും പീനട്ട് ബട്ടറും കഴിച്ചു, ചിക്കനും പൊട്ടാറ്റോ ആയപോലെ തന്നെ റൈസും കുക്ക് ചെയ്തു. പിന്നെ നമ്മൾ അപ്പം തന്നെ മീൽ 1 കഴിച്ചു. പിന്നെ നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ബാക്കിയുള്ള മീൽസൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അതേപോലെ തന്നെ വേറെ കുറേ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്തു. കുറച്ച് അവില്, പിന്നെ ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം. ഗ്ലൂക്കോസ് ഹൈ കാർബാണ്. ടുഡേ ഈസ് ദ ഷോ ഡേ. ഇന്നാണ് ഷോ ഡേ. എക്സൈറ്റഡ് ആണ്, പേടിയുണ്ട്, ഒക്കെ ഉണ്ട്. കഷ്ടപ്പാടൊന്നും തീരാൻ പോവാണ്. ഇതുവരെ കഷ്ടപ്പെട്ട് ഇതിന്റെ റിസൾട്ടിന് കിട്ടാൻ പോവാണ്. തുടങ്ങിയിട്ടുള്ളൂ. ഇന്നത്തെ ഫിസിക് അപ്ഡേറ്റ് നോക്കാം. ഷോ ഡേ ഓഫ് മിസ്റ്റർ മലപ്പുറം കോമ്പറ്റീഷൻ. അങ്ങനെ നമ്മൾ കുറച്ച് പോസിങ് ചെയ്ത് നോക്കി. ഫിസിക് നല്ല അടിപൊളിയായി. ബോഡി ബിൽഡിംഗ് പോസ്റ്റും ചെയ്ത് നോക്കി. അതേപോലെ തന്നെ മെൻസ് ഫിസിക്കിന് പോസ്റ്റും ചെയ്ത് നോക്കി. ഇതിന്റെ സ്ട്രയേഷൻസ് ഒക്കെ നല്ല കറക്റ്റായി കാണേനി. ബോഡി നല്ല അടിപൊളി ഫ്ലാറ്റായി നിൽക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെന്യൂക്ക് പോവാണ്. ഫിഷിനൊക്കെ ഫുഡ് എടുത്തു. നമ്മൾ വെന്യൂവിലെത്തി. അവിടെ നമ്മൾ മീൽ 2 കഴിച്ചു. 55 കാറ്റഗറി ഇറങ്ങാനുള്ള സെറ്റാക്കി. പിന്നെ ഞാൻ റെഡിയായി. പോസിങ് ചെയ്ത് നോക്കി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നേരെ സ്റ്റേജിൽ കയറി നമുക്ക് കഴിയുന്ന എത്രക്കും മാക്സിമം പോസ് ചെയ്ത് കാണിച്ചെടുത്തു. ഈ കണ്ടീഷൻ നല്ല അടിപൊളി സെറ്റായിനി. ഞാൻ വിചാരിച്ചത് നമുക്ക് സ്ട്രയേഷൻസും അതേപോലെ തന്നെ നമ്മുടെ ഹാം സ്ട്രിങ്സൊക്കെ നല്ല എടുത്ത് കാണുന്നുണ്ടായിനി. പിന്നെ മ്യൂസിക്കൽ പോസ് ചെയ്തു. മ്യൂസിക്കൽ പോസ് ഞാൻ അടിപൊളിയായി ചെയ്തു. വിചാരിച്ചാൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. നമുക്ക് സെക്കൻഡ് അടിച്ചു. നമ്മളെ കോച്ചിനെ നമുക്ക് ട്രോഫി തന്നത്. അങ്ങനെ ഫോട്ടോ സെഷൻ എടുത്തു. സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. നമ്മൾ ബാക്കിയുള്ള കോമ്പറ്റീഷൻ കാണാൻ പോയി. നല്ല ആൾക്കാരുണ്ടായിനി. സീനിയർ കാറ്റഗറി ഫുള്ള് കണ്ടു. ഫസ്റ്റ് അടിച്ച ഇയാൾക്കാണ് നമ്മൾ ചാമ്പ്യൻ. പിന്നെ നമ്മുടെ മെൻസ് ഫിസിക്കിൻ്റെ കോമ്പറ്റീഷൻ ആവാനായപ്പോൾ നമ്മൾ ടാൻ ചെയ്യാൻ പോയി. അതിലാണ് നമുക്ക് ഫസ്റ്റ് അടിച്ചത്. അപ്പോൾ അതിൻ്റെ വിശേഷം കാണാൻ ഷോഡേൻ്റെ പാർട്ട് 2 കാണാം. ഓക്കെ, ഷോഡേൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ മെൻസ് ഫിസിക് കോമ്പറ്റീഷൻ ഇറങ്ങാൻ പോവാണ്. ടാനൊക്കെ തേച്ച് ബോഡി പമ്പാക്കി. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായി എനിക്ക്. പക്ഷെ എന്നാലും എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല അടിപൊളിയൊക്കെ സപ്പോർട്ട് ഉണ്ടായിന്. നമ്മൾ മാക്സിമം ആ ഒരു പോസിങ് കറക്റ്റാക്കിയിട്ട് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ നോക്കി. നമ്മുടെ സൈഡ് പോസും അതേപോലെ ബാക്ക് പോസൊക്കെ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ടോപ്പ് 5 നമ്മളെത്തി. എന്നിട്ട് വീണ്ടും എന്നെ കൊണ്ട് കുറേ കമ്പാരിസൺ ചെയ്യിപ്പിച്ചു. അപ്പോഴും എൻ്റെ പോസിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ടായിരുന്നു. എന്നാലും നമ്മളെ കോൺഫിഡൻസ് വിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ വീഴാനൊക്കെ പോയി. എന്നാലും നമ്മൾ പിടിച്ചു നിന്നു. ഇത്രക്കും സപ്പോർട്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അങ്ങനെ തേർഡും സെക്കൻഡും വിളിച്ചു. സെക്കൻഡ് നമ്മൾ ചെങ്ങായിക്ക് കിട്ടി. ഞാൻ തേർഡ് പ്രതീക്ഷിക്കായിരുന്നു, പക്ഷേ കിട്ടിയില്ല. കണ്ടപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി. പക്ഷേ നമുക്ക് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് വിളിച്ചത് നമ്മളെയാണ്. അപ്പോൾ ഞാൻ അത്രക്കും ഇമോഷണലായി പോയി. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ ഫസ്റ്റ് കിട്ടുന്നത്. നമ്മൾ അത്രക്കും ഹാപ്പി ആയി പോയി. അങ്ങനെ നമ്മൾ ജിമ്മിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗോൾഡ് നേടാൻ പറ്റി. എല്ലാവരും സർപ്രൈസ് ആയി പോയി, ഹാപ്പി ആയി. നമ്മുടെ ജിമ്മിക്ക് ടോട്ടൽ 5 ട്രോഫി കിട്ടി. എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. കപ്പ് കൊടുത്ത് പോവാണ്. ഹാപ്പി ആയിട്ടാണ് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഫസ്റ്റ് കിട്ടി. പിന്നെ നമ്മൾ നേരെ സൽമാനടെ പോയിട്ട് അലുമിൽ കുടിച്ചു. വീട്ടിൽ പോയി ഷവായ വാങ്ങാൻ കരുതി. അങ്ങനെ ഷവായും ട്രോഫിയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇമ്മാക്കും ഉപ്പാക്കും ട്രോഫി കാണിച്ചു കൊടുത്തു. ഇമ്മ ഗോൾഡ് എടുത്തു, ഇപ്പൊ സിൽവർ എടുത്തു. ഇത് കാണാൻ വന്നിനി. വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കി. കാലിനൊക്കെ ആ കുരു വന്നിട്ടുണ്ട്. ബ്ലേഡിന്റെ റിയാക്ഷൻ തോന്നുന്നുണ്ട്. ഷവായ കഴിച്ചു. ഞാനൊരു കുബൂസും ഷവായും ചെസ് പീസ് എടുത്തു. എച്ചപ്പ് കൂട്ടി കഴിച്ചു. അപ്പൊ അതാണ് നമ്മുടെ ഷോ ഡേ. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തായാലും കുറെ ലേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ പോയി കടന്നുറങ്ങി.